മംഗളവാർത്ത 3-ാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സക്രിയയുടെ പ്രവചനഗീതം. കർത്താവിൻ്റെ അമ്മ സന്ദർശിക്കാൻ വന്നപ്പോൾ എത്ര കാവ്യാത്മകമായിട്ടാണ് എലിസബത്ത് മറിയത്തെ പ്രകീർത്തിക്കുന്നത്. അതിനുത്തരമായി മറിയത്തിൻ്റെ സ്തോത്രഗീതം, തുടർന്ന് സക്രിയയുടെ അച്ഛാഗീതം. സുന്ദരമായ തുടർച്ചയായ വ്യാഖ്യാനങ്ങളാണ് 1-ാം അധ്യായത്തിൽ വിശുദ്ധ ലൂക്ക കുറിച്ചു വച്ചിട്ടുള്ളത്. ഇന്നത്തെ ധ്യാന വിഷയമായ സക്രിയയുടെ പ്രവചനത്തിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. 1-ാം ഭാഗത്തിൽ കർത്താവ് ഇസ്രായേലിനോട് കാണിച്ച കാരുണ്യത്തിൻ്റെ മൂർധന്യത്തിൽ ഒരു രക്ഷകനെ നൽകുമെന്ന് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കപ്പെടുന്നു എന്നതാണ് 1-ാം ഭാഗത്തിൽ കാണുന്നത്. 2-ാം ഭാഗത്തിൽ തനിക്ക് ജനിച്ച കുഞ്ഞ് ആരാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിയ രഹസ്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നു. രക്ഷകന് വഴിയൊരുക്കുക എന്നതാണ് തൻ്റെ പുത്രൻ്റെ ദൗത്യം. ഒരു പുതിയ യുഗം പിറക്കുകയാണ്. കർക്കശമായ നിയമങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വള്ളിപുള്ളി വ്യത്യാസം വരുത്താതെ അതിനെ ലളിതവൽക്കരിക്കുകയും നിയമത്തിൻ്റെ യഥാർത്ഥ ആത്മാവിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു മാറ്റത്തിൻ്റെ പ്രവാചകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് അവൻ്റെ ദൗത്യം. യേശുവിന് വഴിയൊരുക്കുവാൻ ആദ്യം ഭാഗ്യം ലഭിച്ച വ്യക്തി സ്നാപക യോഹന്നാനാണ്. പക്ഷേ അത് ഒരു അവസാനമല്ല, തുടക്കം മാത്രമാണ്. സ്നാപക യോഹന്നാൻ്റെ ആ ദൗത്യം ഇന്നും തുടരണം. മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ യേശുവിന് വഴിയൊരുക്കുവാനുള്ള പ്രവാചകരാണ് ഓരോ ക്രിസ്ത്യാനിയും. പ്രവാചകർ ദൈവത്തിൻ്റെ ദിനം കാണാതെ മരിച്ചുപോയി. സ്നാപകൻ ആ ദിനം ഉദ്ഘാടനം ചെയ്തു. എങ്കിലും അകലെ നിന്ന് മാത്രം കണ്ട് ഒന്ന് അടുത്തിടപഴകാൻ പോലും കഴിയാതെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി നിഷ്ക്രമിച്ചു. എന്നാൽ നമ്മളോ അവൻ്റെ ജനമാകാൻ, അവനെ അനുഭവിക്കാൻ, മറുരൂപമായ അവനെ ഉൾക്കൊള്ളാൻ മാത്രം ഭാഗ്യം ലഭിക്കാൻ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു.